ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എൻ്റെ പഴയ വീഡിയോ സ്കാൻഡിയുടെ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ബിഗ് താങ്ക് യു പറയുകയാണ്. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ കണക്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പെയർ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഈ സ്കാൻഡി എന്നുള്ളൊരു ഈ ടൂള് ഇത് ടോർക്ക് പ്രോ ആപ്പായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം. അതായത് ടോർക്ക് പ്രോ ആപ്പ് നിങ്ങൾക്കറിയാം, പല സ്കാനേഴ്സും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. നമ്മുടെ ഈ സ്കാൻഡി കമ്പനിയും അവർ പറയുന്ന റെക്കമെൻഡ് ചെയ്യുന്ന ആപ്പ് തന്നെയാണ് ടോർക്ക് പ്രോ. അപ്പോൾ സ്കാൻഡി ആയിക്കോട്ടെ വേറെ ഏതൊരു സ്കാനർ ആയിക്കോട്ടെ, ടോർക്ക് പ്രോ ആപ്പിൽ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ വണ്ടിയുടെ OBD പോർട്ട് എവിടെ വന്നേ എന്നൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ 2010 മോഡൽ സ്വിഫ്റ്റാണ്, സ്വിഫ്റ്റ് പെട്രോളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എവിടെയാണ് OBD പോർട്ട് വന്നത്, എങ്ങനെ കണക്ട് ചെയ്യാം, എങ്ങനെ ഫസ്റ്റ് ടൈം പെയർ ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളൊരു ചെറിയ വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അഡാപ്റ്റർ. ഇനി ഈ അഡാപ്റ്റർ ഞാൻ OBD പോർട്ടിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ ഇതേപോലെ ഈ കണക്ടർ ഊരുമ്പോഴും നമ്മൾ അതുപോലെ തന്നെ കണക്ട് ചെയ്യുന്ന ടൈമിലും കീ ഓഫ് ആയിട്ടിരിക്കുക. മാക്സിമം കീ എടുത്തിട്ട് നിങ്ങളുടെ കയ്യിലൊക്കെ അത്ര സേഫ്റ്റിയാണ്. ഇത് കണക്ട് ചെയ്യുന്ന ടൈമിൽ ഒരു കാരണവശാലും കീ ഓൺ ആക്കിയിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. ഈ വാഹനത്തിൻ്റെ ഏകദേശം ഈ ഡ്രൈവർ സൈഡിൽ ഡാഷിൻ്റെ അടിയിലായിട്ടാണ് വന്നത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കിപ്പോൾ. OBD പോർട്ട് വന്നത് എവിടെയാണ് കാണുന്നില്ലേ? ഇതാണ് വണ്ടിയുടെ OBD പോർട്ട്. അപ്പോൾ നമ്മൾ ഈ OBD അഡാപ്റ്റർ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഈ പോർട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമ്മൾ കീ ഓൺ ആക്കാം. കീ ഓൺ ആക്കി കഴിയുമ്പോൾ അതിൽ പവർ വരും. പവർ വരുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് എത്തും, ഇൻഡിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല, ഇവിടെ ലൈറ്റിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് അറിയില്ല. അപ്പോൾ ഈ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ ഇവിടെ പവർ വന്നതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ അഡാപ്റ്റർ കണക്ട് ചെയ്തു, ഇഗ്നിഷനൊക്കെ കീയൊക്കെ ഓണാക്കി ഇട്ടു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം നമ്മൾ പെയർ ചെയ്യണമല്ലോ. ഫസ്റ്റ് ടൈം നമ്മൾ ഈ ആപ്പായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇത് പെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൂടൂത്ത് ആദ്യം തന്നെ ഓണാക്കാം. ഓൺ ചെയ്തിട്ട് സ്കാൻ ചെയ്യുക. ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ മ്യൂസിക് സിസ്റ്റമൊക്കെ ആയിട്ട് പെയർ ചെയ്യണ പോലെ തന്നെയാണ് സ്കാൻ ചെയ്യുക. അതായത് സ്കാൻ ചെയ്തപ്പോൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അവൈലബിൾ ഡിവൈസ് സ്കാൻഡി എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക, പെയർ ചെയ്യണം. പെയർ ചെയ്യുമ്പോൾ അവർ പിൻ കോഡ് ചോദിക്കും, ഇതുപോലെ പിൻ നമ്പർ. അത് ഇവിടെ തന്നെ അവർ എഴുതിയിട്ടുണ്ട് 000 അല്ലെങ്കിൽ 1234. നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും അടിക്കാം. ഞാനിവിടെ 1234 ആണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. 1234 ഇത് പെയർ ചെയ്തു. ഓക്കെ, പെയർഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ബൈ ചെയ്യാൻ പറ്റും. ഇത് ടോർക്കിൻ്റെ പ്രോ ആപ്പാണ്. ആപ്പ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് OBD അഡാപ്റ്റർ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഈ ഓപ്ഷനിൽ പോവുക. അത് പോയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ചൂസ്, രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ബ്ലൂടൂത്ത് ഡിവൈസ്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ സ്കാൻഡി. ഓക്കെ, അവിടെ ഓക്കെ ആയിട്ട് ഇരിപ്പുണ്ട്, നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്കാൻഡി നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ബാക്ക് പോവുക, എക്സിറ്റ് കൊടുത്തു. ഇനി ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് ആപ്പൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലെ കണക്ഷൻ ആവുന്നുണ്ട്. ആ കാറിൻ്റെ സിമ്പിൾ ബ്ലിങ്ക് ചെയ്തതിന് ശേഷം എന്തായി, കണക്റ്റഡ് ആവും. ഓക്കെ, കണക്റ്റഡായി. അതിനു മുമ്പ് നമുക്ക് ഈ കാറൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കാറൊന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. വണ്ടിയിൽ ഫോൾ കോഡ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. വണ്ടിയുടെ ക്ലസ്റ്ററിൽ നോക്കുമ്പോൾ നമുക്ക് നിലവിലൊന്നും കാണുന്നില്ല, ഫോൾട്ട് കാര്യങ്ങളൊന്നും കാണുന്നില്ല. നമുക്ക് എന്തായാലും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം വണ്ടി എന്തായാലും. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യാൻ പോവുകയാണ് വണ്ടി. ഓക്കെ, ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനിലാണ് ഫോൾ കോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു, സ്കാൻ ചെയ്യണം. കണ്ടോ, ഒരു ഫോൾ കോഡ് ഉണ്ട്. അപ്പോൾ വണ്ടിയിൽ നിലവിൽ ചെക്ക് എഞ്ചിൻ ലൈറ്റൊന്നും കത്തിയിട്ടുണ്ടായില്ല. പക്ഷെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എന്തായി, ഇത് നമുക്കൊരു ഫോൾ കോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. അതായത് ചില വണ്ടികളിൽ ഈ MIL ലൈറ്റൊന്നും കത്തില്ല. എന്നിരുന്നാലും ഒരു പീരിയോഡിക്കൽ അല്ലെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം എപ്പോഴും നമ്മുടെ വണ്ടി അല്ലെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്ന വണ്ടികളൊക്കെ സ്കാൻ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. ഈ വണ്ടിയിൽ ചെക്ക് എഞ്ചിൻ ലൈറ്റൊന്നും കത്തിയിട്ടില്ല, പക്ഷേ ഫോൾ കോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഫോൾ കോഡ് വന്നേക്കുന്നത് P0107 ആണ്. ECM ആയിട്ട് ബന്ധപ്പെട്ട കോഡാണ്. മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ, അതാണ് കോഡ്. ഈ കോഡ് എന്താണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി നെറ്റ് ഓൺ ആക്കാം. ഇത്ര നേരത്തെ നമുക്ക് നെറ്റിൻ്റെ ആവശ്യമില്ല, ഇനി നമുക്ക് നെറ്റ് ഓൺ ആക്കേണ്ട ആവശ്യം വരും. നെറ്റ് ഓൺ ചെയ്തിട്ട് എന്താണ്, വെബ് ലുക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നേരെ അവരുടെ സെർവറിലേക്കാണ് പോകുന്നത്. ആ സെർവറിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ടാണ് ഈ കോഡ് വരുന്നത്, എന്തൊക്കെ കാരണം കൊണ്ട് നമുക്ക് ഈ കോഡ് ക്ലിയർ ചെയ്യാം, ഏതൊക്കെ സെൻസേഴ്സിൻ്റെ ഫോൾട്ട് വല്ലതും വരും എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും.
ഇപ്പോൾ ഞാൻ അവരുടെ സെർവറിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഓപ്പണായി വന്നിട്ടുണ്ട്. സെർവർ പോയി കഴിഞ്ഞാൽ കാണാം പ്രോബബിൾ കോസ് എന്ന് പറഞ്ഞാൽ കാണാം. വയറിംഗ് ഷോർട്ട് ടു എർത്താണ്, അല്ലെങ്കിൽ MAP സെൻസർ, അല്ലെങ്കിൽ ബാരോ സെൻസർ, അല്ലെങ്കിൽ ECM. ഈ 4 കാരണം കൊണ്ട് ആ കോഡ് വരും എന്നാണ് അവർ പറയുന്നത്. ഇനി ട്രബിൾ ഷൂട്ടിങ് എങ്ങനെ നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിശദമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. എന്തൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം എന്ന് വരെ പറയുന്നുണ്ട് ഇതിൽ. ഈ വണ്ടിയുടെ കേസിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കി കംപ്ലൈൻ്റൊക്കെ റെക്ടിഫൈ ചെയ്ത് തീർത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ വരാം ക്ലിയർ ഫോൾട്ട്സ് ഓൺ ECU എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിലേക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൾട്ട് പോണതാണ്. നമ്മളിപ്പോൾ ഫോൾട്ട് ക്ലിയർ ചെയ്യുന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് എന്താണെന്ന് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫോൾട്ട് ക്ലിയർ ചെയ്യുക. ഇവിടെ ഓക്കെ കഴിഞ്ഞാൽ ക്ലിയർ ആകും ഫോൾട്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് ഈ വീഡിയോ ഷോർട്ട് വീഡിയോ എന്ന് ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ നിർത്താൻ പോകണം. അതിന് മുമ്പായിട്ട് ഈ ആപ്പ് നമ്മളെങ്ങനെ ക്ലോസ് ചെയ്യാനും കൂടി ഞാൻ പറയാം. നമ്മൾ ഇതിങ്ങനെ മിനിമൈസ് ചെയ്ത് കളയരുത് ഒരിക്കലും, അല്ലെങ്കിൽ അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് എപ്പോഴും ഓണായിട്ടിരിക്കും. നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഞെക്കിയിട്ട് ക്വിറ്റ് കൊടുത്തിട്ട് വേണം ഈ ആപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആയി പോകാൻ. കണ്ടോ, അപ്പോൾ തന്നെ നമുക്കൊരു ഇതും വരും, അഡാപ്റ്റർ റിമൈൻഡറും വരും. ആ അഡാപ്റ്റർ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഇഗ്നിഷൻ ഓഫ് ചെയ്യുക. ഇഗ്നിഷൻ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം എക്സിറ്റ് അടിക്കുക. ഇപ്പോൾ ആപ്പ് എക്സിറ്റ് ആയി. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അഡാപ്റ്റർ റിമൂവ് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.